നിങ്ങളുടെ ബോധവും അവബോധവും എന്തെന്ന് നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അവബോധ നിലയും ബോധപരിണാമവും എന്നുള്ള അധ്യായത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇതാണ്: കോൺഷ്യസ്നെസ് ആൻഡ് അവയർനെസ് റിവീൽ ഹൗ ഇന്നർ ക്ലാരിറ്റി ഷേപ്സ് ഹ്യൂമൻ ലൈഫ്. അപ്പോ എന്താണ് ബോധം, എന്താണ് അവബോധം, എങ്ങനെയാണ് ശരിയായ പരിവർത്തനത്തിന് ഇവ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ആത്മപരിവർത്തനത്തിന് ബോധത്തിന്റെ വഴിയിലൂടെ അവബോധത്തിന്റെ പരിവർത്തനമാണ് ഉണ്ടാകേണ്ടത് എന്ന് ആണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബോധം എന്താണ്, അവബോധം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്ന് അറിയേണ്ടതുണ്ട്. ഈ അറിഞ്ഞുകൊണ്ടേ നമുക്കിത് പോകാൻ പറ്റും. അറിയാതെ നമ്മൾ അതിനകത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അത് കൃത്യത വരണമെന്നില്ല. എന്താണെന്ന് അറിഞ്ഞു പോകുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ബോധം എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവബോധം എന്താണെന്നുള്ളതിനെ കുറിച്ച്, രണ്ടിനെ കുറിച്ച് നമുക്കൊരു അടിസ്ഥാന ബോധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് വേറെ കുറെ ചിന്തകൾ, കുറെ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടല്ല മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഈ ബോധത്തിനും അവബോധത്തിനും കൃത്യമായ സ്ഥാനമുണ്ട്. ഇത് മനസ്സിലാക്കാതെ യഥാർത്ഥ പരിവർത്തനം സാധ്യമല്ല എന്നുള്ളതാണ് പ്രാഥമികം മനസ്സിലാക്കേണ്ടത്. ഈ ബോധം എന്നുള്ളത് എന്താണ്? നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറയാണ് ബോധം എന്ന് പറയുന്നത്. നിലനിൽപ്പിന്റെ അടിത്തറ എന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉണർന്നു നോക്കുന്ന സമയത്ത് ഞാൻ ഒരിടത്ത് നിൽക്കുന്നു, അപ്പൊ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാക്കണം. നിൽക്കുകയല്ല, ഞാൻ കസേരയിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഒരു പ്രത്യേക ദിശയിൽ തിരിഞ്ഞിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ എന്റെ സ്ഥിതിഗത്വത്തെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ബോധം കൊണ്ടാണ്. പക്ഷെ അതാണോ ബോധം? ബോധം കൊണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എങ്ങനെ എത്തി? ഇപ്പൊ ഇവിടെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഇവിടെ ഞാൻ എങ്ങനെ എത്തി, ഇവിടെ ഈ രൂപത്തിൽ എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ പരിഗണിക്കുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാന കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നതും ബോധത്തെയാണ്, കോൺഷ്യസ്നെസ്സിനെയാണ്. അത് നിങ്ങൾ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് അവസാനം പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരിടത്ത് അവിടെ എത്തുന്ന സമയത്ത് ഇതിനപ്പുറം എന്തെന്നുള്ള അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബോധത്തെയാണ് പലപ്പോഴും ചാരാറ്. അത് അനുഭവങ്ങളിലൂടെയും അനുഭൂതികളിലൂടെയും ആ വഴിക്ക് യാത്ര ചെയ്ത ആളുകൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് തത്വചിന്തയുടെ ഒരു ലോകത്താണ് നമുക്കിത് പറയാൻ കഴിയുക. ശാസ്ത്രീയമായിട്ട് ഇത് പറയാൻ കഴിയില്ല. ശാസ്ത്രം എന്നുള്ള ഒരു മാനകം മാത്രമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമാക്കണം എന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നമുക്കത് അനുഭവിക്കുകയും കൈകാര്യക്ഷമമാവുകയും ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ന് അറിയുന്ന ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ സത്തയുടെ അവസ്ഥയിലുള്ള ബോധമാണ്. അതേസമയം യഥാർത്ഥ ബോധം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഈ സ്ഥാനം, ഞാൻ ഇവിടെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഇവിടം തന്നെയാകണം എന്ന് നിർണയിച്ചത്, എന്റെ ഈ രൂപം ആണെന്ന് ഞാൻ അറിഞ്ഞു, ഈ രൂപം തന്നെയാണെന്ന് നിർണയിച്ചത്, ഈ ഒരു കാലാവസ്ഥയിലാണെന്ന് നമ്മൾ അറിയുന്നു, ഈ കാലാവസ്ഥ തന്നെയാകണം എന്ന് നിർണയിച്ചത്, അത് ഇതിനെ ഇവിടെ കൊണ്ട് ഈ രൂപത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക എന്നത് നിർണയിച്ചതും, ഇവിടെ ഈ രൂപത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നതുമായ ഇത്, ഈ ഞാൻ എന്നുള്ള അവസ്ഥ, ഇത് തന്നെ ബോധമാണ്. എന്താണോ അത് തന്നെയാണ് അത് എന്നാണ് ബോധത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിർവചനം. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ദാറ്റ്. എന്താണോ അത് തന്നെയാണ് അത്. അപ്പോ അതായിരിക്കുന്നത്, നമ്മൾ ഒരു കാര്യത്തെ അറിയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അതിന്റെ ശരീരത്തെയാണ് കാണുക, അല്ലെ? ഇനി കണ്ണുകൊണ്ടല്ല കാണുന്നത് വെച്ചാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അതിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നു. ആ പഞ്ചേന്ദ്രിയ നിർമ്മിതമായിട്ടുള്ള അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ മെഷർ ചെയ്യുക, അസസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമാണോ? അത് അല്ല. നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, ഒരു വസ്തുവിന് ഭൗതിക രൂപം മാത്രമല്ല, അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംഘാടന, അതിന്റെ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്ന ധർമ്മപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിന് എവിടെയാണ് അതിന്റെ സ്ഥലകാലങ്ങളെ നിർണയിക്കുന്ന അതിന്റെ കറസ്പോണ്ടൻസ്,
അതുപോലെ തന്നെ അതിന്റെ എന്താ പറയുക ഡിഗ്രി ഓഫ് ആക്ടിവിറ്റി തീരുമാനിക്കുന്ന അതിന്റെ ചൈതന്യം അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ, ഇത് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ അതിന്റെ നോൺ ഫിസിക്കൽ ഡയമെൻഷൻസ് ആണ്, ഒരു വസ്തുവിന്റെ നോൺ ഫിസിക്കൽ ഡയമെൻഷൻസ് ആണ്. അതുപോലെ എന്റെ ശരീരത്തെ ഞാൻ ഇവിടെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ കാണുന്ന സമയത്ത്, അതിന് ആ ഫിസിക്കൽ ഡയമെൻഷൻ അല്ല, ഒരുപാട് മറ്റു പ്രോപ്പർട്ടീസ്, ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ സത്തയെ അവിടെ നിലനിർത്താൻ കാരണമായ ഹേതുക്കളാണ്. ഇവയെല്ലാം ചേർന്നതാണ് ബോധം. അതുകൊണ്ടാണ് എന്താണ് അത്, ഈ അതെന്ന് പറയുന്നത് ഈ സാഹചര്യങ്ങളും ഈ പശ്ചാത്തലങ്ങളും ഈ കാലവും ആ രൂപവും അതിന്റെ എന്താ പറയുക ബന്ധങ്ങളും അതുപോലെ തന്നെ അതിന്റെ സ്വഭാവങ്ങളും പ്രതിഭാസങ്ങളും അതിന്റെ ശക്തിയും അതിന്റെ വിനിമയ സ്വഭാവവും എല്ലാം കൂടെ ചേർന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഘടനയുണ്ടായി. ആ ഘടനയെ നമ്മൾ കണ്ടറിയുന്നു, ഇതാണ് സാധനം എന്നുള്ള രീതിയിൽ. അപ്പോ നമുക്ക് അറിയാവുന്ന, ഇപ്പൊ ഞാനീ പറഞ്ഞതൊക്കെ എന്റെ ബുദ്ധിക്ക് നിരക്കുന്ന, എനിക്ക് മാനം ചെയ്യാൻ കഴിയുന്ന, എനിക്ക് അളക്കാൻ കഴിയുന്നതായിട്ടുള്ള എന്റെ ബുദ്ധിക്ക് എന്റെ തൃഷ്ണയ്ക്കും ഉതകുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇത്രയാണോ ആ സത്ത എന്ന് പറയുന്നത്? അല്ല. എന്റെ ഈ അഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. ഒരുപക്ഷെ 50,000 ആട്രിബ്യൂട്ട്സ് അതിനുണ്ടാകുമായിരിക്കാം, നമുക്കറിയില്ല. അത് അത്രയേറെ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ എന്താണോ അതിനുള്ള എൻ നമ്പർ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ആയിട്ടുള്ള ആ ആട്രിബ്യൂട്ട്സ് ഉള്ള അതാണ് ആ ബോധം എന്ന് പറയുന്നത്. ആ ബോധം ആണ് ഈ സർവ്വതിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ആയിട്ട് കാണുന്ന, നമ്മൾ പ്രപഞ്ചം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സർവ്വതിന്റെയും സർവ്വവ്യാപകമായ അടിസ്ഥാനമാണ്, ഈ അടിസ്ഥാന ചൈതന്യമാണ് ബോധം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാ രൂപങ്ങളുടെയും എല്ലാ പ്രവൃത്തികളുടെയും മൂലതലമാണ് ഈ ബോധം എന്ന് പറയുന്നത്. പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന സാന്നിധ്യമാണ് ബോധം. നമ്മൾ കണ്ടറിയുന്നത് ബോധത്തെയാണ്. ആ ബോധത്തിന്റെ രൂപം കൊണ്ടിട്ടുള്ള ബോധം കൈവരിച്ചിട്ടുള്ള രൂപത്തെയാണ് നമ്മൾ കാണുന്നത്. ബോധം കൈവരിച്ച പ്രവർത്തനത്തെയാണ് നമ്മൾ അറിയുന്നത്. അതായത് നമ്മൾ ഇവിടെ കാണുന്നതും അറിയുന്നതുമായിട്ടുള്ള സർവ്വതും ബോധമാണ്. ആ ബോധം എന്ന് പറയുന്നത് എന്റെ ബോധം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, അത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ്, പ്രാപഞ്ചിക ബോധമാണ്. അതായത് ബോധം എന്ന് പറയുന്നത് സർവ്വതിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ആ ചൈതന്യം ഇറ്റ്സ് എ ഫെസിലിറ്റി, ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ്. അതാണ് അടിസ്ഥാന ഹേതു. പ്രപഞ്ചം എന്നുള്ള സംവിധാനത്തിന്റെ അടിസ്ഥാന ഹേതുവായി വരുന്നത് ബോധമാണ്. ഈ ബോധം എന്ന് പറയുന്ന സംഭവത്തിന് ഈ അനന്തമായി പരന്നു കിടക്കുകയാണല്ലോ, അതിന്റെ ഒരു പ്രത്യേക പ്രദേശം. അപ്പൊ അതിന് സ്ഥലകാല രൂപങ്ങളെല്ലാം ഉണ്ടല്ലോ. ബോധം ആണ് നമുക്ക് ദൃശ്യമായിട്ടുള്ള കാര്യങ്ങളായി മാറുന്നത്. അപ്പൊ അതിന് സ്ഥലകാല രൂപങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രത്യേക പ്രദേശം, ആ പ്രദേശത്ത് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കണമെങ്കിൽ ആ ധർമ്മം നിർവഹിക്കാനുള്ള ഒരു മാർക്ക് ആദ്യം തന്നെ ഈ ബോധമിടും. ആ മാർക്കാണ് ഒരു സത്തയായി മാറുന്നത്. ആ മാർക്കിട്ട സ്ഥലത്തെയാണ് നമ്മൾ അഹം എന്ന് വിളിക്കുക. ഞാൻ ബോധം, എനിക്ക് ഉള്ള ഞാൻ ബോധം എന്ന് പറയുന്നത് അതാണ്. ആ വ്യക്തിഗതമായ ബോധ പ്രകടനമുണ്ടല്ലോ അവിടെ, ഇതാണ് ആദ്യം ഉണ്ടാവുന്നത്. നമ്മളതിനെ ഒരു റോ ആയിട്ടുള്ള ഭാഷയിൽ ഇതിന് അഹങ്കാരം എന്ന് പറയും. അടിസ്ഥാനപരമായിട്ടുള്ള ഈഗോ എന്ന് പറയുന്നത്, ആ ഈഗോ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ വട്ടത്തിൽ നിന്നുകൊണ്ടാണ് അത് ജീവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വയം നിർദ്ധാരണം. അപ്പോ അഹം ഉണ്ടായി കഴിഞ്ഞ് ബോധം അഹമായി രൂപപ്പെട്ട് കഴിഞ്ഞിട്ട്, അപ്പോ ആ പരമമായ ബോധത്തിന്റെ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ആക്ടിവിറ്റി, ഒരു ധർമ്മം നിർവഹിക്കാൻ, ഒരു പർപ്പസിന് വേണ്ടി അവിടെ ഒരു പ്രത്യേക ഏരിയ മാർക്ക് ചെയ്യുന്നു. ആ മാർക്കിനെ നമ്മൾ അഹം എന്ന് വിളിക്കുന്നു. അതിന്റെ അകത്തും പുറത്തും പ്രപഞ്ചം തന്നെയാണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് തന്നെയാണ്. ആ അകത്തും പുറത്തുമുള്ള ആ കോൺഷ്യസ്നെസിന്റെ അകത്ത് ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണ് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതാണ് വ്യക്തിഗത ബോധപ്രകടനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പരന്നു കിടക്കുന്ന ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ ആ സത്തയായിട്ട് മനസ്സിലാക്കുന്നത്. ഈ കോൺഷ്യസ്നെസ്സിന്, ഈ ലോക്കലൈസ്ഡ് കോൺഷ്യസ്നെസ്സിനെ സ്വന്തം അനുഭവങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. സ്വയം തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഞാൻ എന്താ, എന്റെ ചുറ്റുമുള്ള അനുഭവങ്ങൾ എന്താ, എന്റെ ചുറ്റുമുള്ള പരിസരം എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാം. എന്റെ ജീവിതത്തിന്റെ ആന്തരിക ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ മനസ്സിലാക്കലിനെയാണ്, അതായത് ബോധം ലോക്കലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ അതെങ്ങനെയാണ് അവൈലബിൾ ആകുന്നത്, അതിനെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്.
ഇവിടെ എനിക്കൊരു അവബോധമുണ്ട്, നിങ്ങൾക്കൊരു അവബോധമുണ്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബോധമുണ്ട്. ആ ബോധത്തിന് പല തലങ്ങളുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ബോധമുണ്ട്, ആ ബോധത്തെ മൊത്തത്തിൽ നമുക്ക് അവബോധം എന്ന് പറയാം. ആ അവബോധം എന്നുള്ളത് അതിന് തന്നെ പല തലങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ. ഇപ്പോ സഹജാവബോധം, ശിക്ഷിതാവബോധം, ധാരണാവബോധം, ഭാവനാവബോധം, പ്രേരാവബോധം എന്ന് പറയുന്ന അവബോധങ്ങൾ ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അവബോധ തലങ്ങള് ഓരോന്നും എന്താ പറയാ, ഇതിന് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ശേഷിക്കും ധർമ്മത്തിനും അനുസരിച്ച്, അല്ലെങ്കിൽ അപ്പോഴത്തെ സ്ഥിതിക്കനുസരിച്ച്, ആ സ്ഥലകാലത്തിനനുസരിച്ച് ഇതിൽ ഏത് സ്ഥലത്താണ് നമ്മൾ ഫോക്കസ്ഡ് ആകേണ്ടത് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതാണ് നമ്മുടെ അവബോധ തലം എന്ന് നമ്മൾ പൊതുവെ പറയുക. പക്ഷെ മൊത്തത്തിൽ ഒരു സത്തയുടെ പ്രാദേശികമായിട്ടുള്ള ഒരു സത്ത എന്ന രൂപത്തിൽ പ്രാദേശികമായി വരുന്ന ബോധത്തെയാണ്, പ്രാപഞ്ചിക ബോധത്തെയാണ് നമ്മൾ അവബോധം എന്ന് പറയുക. അതിനെയാണ് പറയേണ്ടത്. ആ അവബോധം തന്നെ പല തലങ്ങളായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോ ബോധമാണ് അവബോധത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നത്. അപ്പൊ ബോധമാണ് പരമമായിട്ടുള്ളത്. അവബോധം എന്നുള്ളത് ലോക്കലൈസ്ഡ് ആണ്. അത് നമ്മൾ വ്യക്തികേന്ദ്രിതമാണ്, ലോക്കലൈസ്ഡ് ആണ്. അതിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ സ്വയം നിരീക്ഷിക്കണം, അനുഭവങ്ങളെ തിരിച്ചറിയണം, നമ്മുടെ ആന്തരിക നിലയെ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുമ്പോഴാണ് ഈ അവബോധം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പരിവർത്തനം സാധ്യമാവുക. അപ്പോ ആദ്യമേ നമ്മൾ ഇതിൽ പരിവർത്തനത്തിന് നമ്മൾ ഇവയെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ബോധം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം ബോധത്തെ മനസ്സിലാക്കുമ്പോഴാണ് അത് സ്ഥലമായും കാലമായും രൂപമായും ഒക്കെ മാറുന്ന ഒരു അവസ്ഥ മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും. ജീവിതത്തിൽ ഈ ബോധത്തിന്റെ ഡീപ്പർ ആയിട്ടുള്ള കണക്ഷൻ എന്നല്ല പറയാൻ പറ്റുക, ജീവിതം തന്നെ ബോധമാണ്. ആ ബോധമാണ് പരന്നു കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, ബോധം തന്നെയാണ് പല വസ്തുക്കളായി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, ബോധം ഇവിടെ എത്തുമ്പോൾ ഈ രൂപത്തിലാവുന്നു, അവിടെ എത്തുമ്പോൾ ആ രൂപത്തിലാവുന്നു എന്ന രീതിയിൽ ക്രമമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാത്തിനോടുള്ള ഒരു ബന്ധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധബോധം നമുക്ക് ഉണ്ടാവണം. അത് ബോധമാണ് സർവം എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആഴത്തിൽ ഈ ബോധം നിലനിൽക്കുന്നു, പല രൂപത്തിലായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം ആയി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ കാണേണ്ടത്, ജീവനെ കാണേണ്ടത്, ജീവിതത്തെ കാണേണ്ടത്, സ്വന്തം ശരീരത്തെ കാണേണ്ടത്, ജീവിതധർമ്മത്തെ കാണേണ്ടത്. സർവവും ബോധമാണെന്നുള്ളത്. ആ ബോധത്തിന്റെ ഓരോ പ്രദേശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പ്രദേശത്തിനെ മാറ്റമുള്ളൂ, ദേശത്തിന് മാറ്റമില്ല. ഇതെല്ലാം ഒരേ ദേഹിയാണ്, ഒറ്റ ദേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റ ശരീരമാണ്, ഒറ്റ ആത്മാവാണ്, ഒറ്റ സത്തയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ബോധം നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുക. അപ്പൊ ഈ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ആത്മജ്ഞാനത്തിന്റെ വഴിയിലൂടെ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ അടുത്തെന്താണ് വേണ്ടത്? നമുക്ക് അവബോധം ഉണ്ടാവുക എന്നുള്ളത്. അവബോധം ഓൾറെഡി ഉണ്ട്. ഈ അവബോധത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം വേണ്ടത് വെച്ചാൽ ആത്മനിരീക്ഷണം. നമ്മൾ സ്വയം നിരീക്ഷിക്കണം. നമ്മുടെ അകത്ത് എന്താണുള്ളത് നിരീക്ഷിക്കണം. നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ നിലകൊള്ളുന്നത് എങ്ങനെയാണ്, എന്റെ നേച്ചർ എന്താണ്, എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എന്റെ ക്വാളിറ്റീസ് എന്താണ്, എന്റെ ആട്രിബ്യൂട്ട്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന് ആത്മനിരീക്ഷണം വേണം. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ചിന്ത ആ വഴിക്ക് പോകുന്നു, ഈ വഴിക്ക് പോകുന്നു, എന്നതിന്റെ ഡിറക്ഷൻ എന്താണ്, നമ്മുടെ റെസ്പോൺസസ് ഏത് ഡിറക്ഷനിലാണ്, ഇതിനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ശ്രദ്ധിക്കുക മാത്രമല്ല, അതിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ കുറച്ചൊരു കൺട്രോൾ കൊണ്ടുവരികയും വേണം. അതിന്റെ മുകളിൽ നമ്മൾ ആ ശ്രദ്ധിക്കുന്നതോടുകൂടി അത് നമ്മുടെ കൈവശം വരും, നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ അവബോധം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള അനുഭവങ്ങൾ. ചുറ്റുപാടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്ന് പറയുന്നത്, അഹം എന്ന് പറയുന്ന ഒരു വട്ടമാണ്. വട്ടത്തിന്റെ അകത്തും പുറത്തും പരമമായ ബോധമാണ്. ഈ അപ്പുറം ഇപ്പുറവുമുള്ള സംഭവങ്ങളിൽ നിന്നും അവിടെ നിന്ന് വരുന്ന ചലനങ്ങളെയാണ് നമ്മൾ അനുഭവമായിട്ട് മനസ്സിലാക്കുക. അവിടെ ഭവിക്കുന്നതെന്തോ അതിനെ തുടർന്ന് നമ്മിലുണ്ടാകുന്നതാണ് അനുഭവം. പുറത്തോ അകത്തോ ഭവിക്കുന്നതെന്തോ അതിനെ തുടർന്ന് നമ്മിലുണ്ടാകുന്നതാണ് അനുഭവം. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനെയാണ് അവബോധത്തെ വികസിപ്പിക്കേണ്ടത്. നമ്മൾ അതിൽ അവബോധ തലത്തിൽ ഇപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കാറിനകത്തേക്ക് കയറുന്ന സമയത്ത് കയറി ഡോറടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാറോളം വലുപ്പത്തിലായി. കാറിന്റെ പുറത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തിയാണ്. ഡ്രൈവർ സീറ്റിലേക്ക് നമ്മൾ കയറി ഇരുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവറുടെ മനസ്സിൽ കാറിന്റെ സൈസാണ് അയാളുടെ ശരീരം. അതുപോലെ നമുക്ക് അവബോധമുണ്ടാവും നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ പരിസരത്തെക്കുറിച്ച്, നമ്മുടെ ആന്തരിക ലോകത്തെക്കുറിച്ച്, ബാഹ്യ ലോകത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരണം. ആ
അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നർ ക്ലാരിറ്റിയാണ്. വളരെ വ്യക്തത നമുക്ക് ഉണ്ടാവണം. നമുക്ക് എന്താണ് ഉണ്ടാവുന്നുള്ള ഒരു വ്യക്തത ഉണ്ടാവണമെങ്കിലോ നമുക്ക് അതിനകത്തേക്ക് നോക്കാൻ കഴിയണം, അല്ലെ? നമ്മൾ ആവർത്തിച്ച് നോക്കാൻ കഴിയണം. നമ്മൾ ഏത് ദിശയിലാണ് പോകുന്നതെന്ന് തിരിച്ചറിയണം. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഇന്റേണൽ ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ആ ഇന്റേണൽ ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ അകത്തെ ബോധത്തെ നമ്മൾ മനസ്സിലാക്കി, പുറത്തെ ലോകത്തെ അനുഭവങ്ങളിൽ നിന്നും പുറത്തെ ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി. പുറത്തുള്ളത് ഈ പരന്നു കിടക്കുന്നത് ബോധമാണെന്ന്, സർവവും ബോധമാണെന്ന്, വസ്തുക്കളായും ദ്രവ്യങ്ങളായും പ്രവർത്തനങ്ങളായും സാഹചര്യങ്ങളായും പശ്ചാത്തലങ്ങളായിട്ടും ബന്ധങ്ങളായിട്ടും ഒക്കെ നിലനിൽക്കുന്നവ മുഴുവൻ ബോധമാണെന്ന് നമ്മൾ മനസ്സിലായി. ഇത് തന്നെയാണ് അകത്തുള്ളതെന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നതാണ്, ഈ പ്രാദേശികമായി നിൽക്കുന്നതാണ് അവബോധം എന്ന് മനസ്സിലായി. ഇനി ഇതേ ഏകീകരിക്കാം. ബോധം പരമമായി നിൽക്കുന്നതിനോട് നമ്മുടെ അവബോധം ഏകീകരിക്കണം. അതെങ്ങനെയാണ്? നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളിലും നമുക്ക് അതിനനുസരിച്ച് നിലകൊള്ളാൻ കഴിയണം. എന്റെ ചുറ്റും എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നടക്കുകയില്ല. നമ്മൾ വേറെന്തെങ്കിലും ബുദ്ധി കൊണ്ട് ആകൃഷ്ടരായാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഫോക്കസ്ഡ് ആയി നടക്കില്ല. ജീവിതത്തിന്റെ വർത്തമാന കാലത്തെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ വിറ്റ്നസ് ചെയ്യുക, സാക്ഷിയായിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ഓരോ ചലനവും നമ്മുടെ ശരീരത്തിൽ തട്ടിയാണ് കടന്നു പോകുന്നത്. പ്രവാഹ വിന്യാസത്തെ കുറിച്ച് അറിയാമല്ലോ. നമ്മുടെ ശരീരത്തിനകത്തൂടെ അത് തട്ടിയാണ് കടന്നു പോകുന്നത്. അതിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ആ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ തട്ടി, ഞാൻ തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്നതിന് അതിനെ കടത്തി വിടുക. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിലായിരിക്കുക. ആ സമയത്ത് നമുക്ക് ഈ ബോധം നമ്മുടെ അവബോധത്തിലൂടെ ഒഴുകിത്തീരും. പരമമായ ബോധം നമ്മുടെ അവബോധത്തിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. ആ ഒഴുക്കിൽ കാലം നിശ്ചയിച്ച, പ്രകൃതി നിശ്ചയിച്ച, നിയതി നിശ്ചയിച്ച ശരിയായ പരിവർത്തനത്തിലൂടെ നമ്മൾ കടന്നുപോകും. ആ ശരിയായ പരിവർത്തനമാണ് ഈ ആത്മയാനം ഉദ്ദേശിക്കുന്ന പരിവർത്തനം എന്ന് പറയുന്ന ഒരവസ്ഥ. ആത്മയാനത്തിലൂടെ നമ്മൾ നേടുന്ന ആ ബോധപരിവർത്തനം എന്ന് പറയുന്നത് ഇതാണ്. പരമമായ ബോധത്തെ നമ്മുടെ അവബോധത്തിനകത്തുകൂടെ കടത്തിവിടുന്ന ഒരവസ്ഥയിൽ നമ്മിലുണ്ടാകുന്ന സ്വാഭാവിക പരിവർത്തനം. ഈ പരിവർത്തനം തന്നെയാണ് ആത്മയാനം മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോ മനസ്സിലാക്കുക, ബോധം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും ഉള്ളതും എല്ലാമായിരിക്കുന്നതും സർവ്വവ്യാപകമാണ്. എന്നാൽ അവബോധം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഈ അവബോധം ആഴത്തിലാകുമ്പോൾ ജീവിതത്തിന്റെ ദിശ, ക്വാളിറ്റി ഇതെല്ലാം മാറും. അവബോധം ബോധവുമായിട്ട് കണക്റ്റഡ് ആവുന്ന സമയത്താണ് സംഭവിക്കുക. അവബോധം ഡീപ്പായി പോകുമ്പോഴാണ് സംഭവിക്കുക. അല്ലാണ്ട് ഞാനാണ് എന്നുള്ള ഭാവത്തിൽ ഇരുന്നത് കൊണ്ടാവില്ല. ഞാനാണ് എന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അയാൾ ഡിഫ്ലക്ട് ആവും. കാരണം എന്താ വെച്ചാൽ ഈ കമന്റ് അയാളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ ഞാനെന്ന് പറയുന്നത് ഈ നാം എന്നുള്ള ഈ ഒരു അവസ്ഥയുടെ ഒരു പാർട്ടായിട്ടിരിക്കുന്ന ഒരു പ്രദേശം മാത്രമാണ്. തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ദിശ, ക്വാളിറ്റി തുടങ്ങിയതെല്ലാം മാറും. അപ്പൊ ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ, അവബോധപരമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ മാറ്റം പുറത്തല്ല ഉണ്ടാകേണ്ടത്, മറ്റുള്ളതിനെല്ലാം മാറ്റുകയല്ല വേണ്ടത്, നമ്മുടെ അകത്താണ് മാറ്റം. അപ്പോ ബോധത്തെ അറിഞ്ഞുകൊണ്ട് ബോധത്തെ അവബോധത്തിലൂടെ കടത്തിവിടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ബോധത്തിലൂടെ അവബോധം കടന്നു പോകുന്ന ഒരവസ്ഥ, രണ്ടും ആപേക്ഷികമായിട്ട് ഒരുപോലെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ നില മനസ്സിലാക്കാൻ കഴിയുക, നമ്മുടെ അസ്തിത്വം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ബോധപരിവർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. അതായത് കൃത്യമായ ഒരു ദിശയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. ആത്മയാനം നിങ്ങളെ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. തുടർപാഠങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.